അവതരിപ്പിച്ചതിൽ VD പക്ഷത്തിന് അതൃപ്തി. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് അപഹാസ്യമാണെന്നാണ് VD പക്ഷത്തിന്റെ അഭിപ്രായം. വർക്കിംഗ് പ്രസിഡന്റുമാർ KC പക്ഷത്തെ പ്രബലരാണെന്നാണ് VD പക്ഷത്തിന്റെ പ്രതികരണം. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് നടപടിയെന്നും VD പക്ഷം വ്യക്തമാക്കി. വിഷയത്തിൽ VD സതീശൻ ഹൈക്കമാൻഡിനെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. K മുരളീധരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നീ മുൻ അധ്യക്ഷന്മാരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. K സുധാകരൻ ഇന്ന് രാത്രി ഡൽഹിയിലേക്ക് പോകും. K മുരളീധരനും MM ഹസനും നാളെ രാവിലെ ഡൽഹിയിലേക്ക് തിരിക്കും. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടക വീട്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാടക വീടെടുത്തു. ബേക്കറി ജംഗ്ഷനിലാണ് വാടക വീടെടുത്തത്. ഡൽഹിയിൽ നിന്ന് മടങ്ങി എത്തിയാൽ താമസിക്കുക ഈ വീട്ടിലായിരിക്കും. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് നീക്കം. ക്ലിഫ് ഹൗസിൽ നിന്നും സാധനങ്ങൾ വാടക വീട്ടിലേക്ക് മാറ്റി. പദവി ഒഴിയുന്നതോടെ തിരുവനന്തപുരത്തെ AKG സെന്ററിന് സമീപമുള്ള ചിന്ത ഫ്ളാറ്റിലെ 3ാം നിലയിലെ 3A 3B മുറികളിലേക്ക് താമസം മാറുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കായി പാർട്ടി അനുവദിക്കുന്ന താമസ സൗകര്യമാണിത്. ക്ലിഫ് ഹൗസിലെ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ റോബിയെയും അദ്ദേഹം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകും. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സന്ദീപാണ് പിടിയിലായത്. ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീട് നിർമ്മാണത്തിന്റെ അപേക്ഷയ്ക്കായി 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി. ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീട് നിർമ്മാണത്തിന്റെ 3ാം ഗഡുവിന് അപേക്ഷ നൽകിയപ്പോൾ ആണ് 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. 1ാം ഘട്ടവും 2ാം ഘട്ടവും നൽകിയപ്പോഴും കൈക്കൂലി വാങ്ങിയിരുന്നു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതിക്കാരൻ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 വിവരമറിയിച്ചത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ കണ്ണൂരിലെ 3 നേതാക്കൾ K സുധാകരന്റെ വീട്ടിൽ. ശ്രീപ്രസാദ് കൂടാളി മണ്ഡലം പ്രസിഡന്റ് LG ദയാനന്ദ്, മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി VR പ്രസാദ്, കോൺഗ്രസ് DCC സെക്രട്ടറി എന്നിവർ K സുധാകരന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. വ്യക്തിപരമായ സന്ദർശനമെന്ന് നേതാക്കൾ അറിയിച്ചു. കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗമാണ് സുധാകരൻ ഇന്ന് വിളിച്ചത്. ഡൽഹിക്ക് പോയി മടങ്ങി വന്ന ശേഷമായിരിക്കും യോഗം ചേരുക. നേരത്തെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് K സുധാകരന്റെ വീട്ടിലായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത്. ഒന്നിച്ചു പോകുന്നതിന്റെ ഭാഗമായാണ് നേതൃയോഗം വിളിച്ചത്. യോഗത്തിൽ കണ്ണൂർ ജില്ലയിലെ K സുധാകരൻ പക്ഷക്കാർ പങ്കെടുക്കും. പാചകവാതക സബ്സിഡി നിർത്തുന്നു. പ്രതിവർഷം വരുമാനത്തിനനുസരിച്ച് മാത്രം സബ്സിഡി നൽകാനുള്ള നീക്കങ്ങൾക്ക് പൊതുമേഖലാ എണ്ണ കമ്പനികൾ തുടക്കമിട്ടു. 24.90 രൂപയാണ് ഇപ്പോൾ സബ്സിഡിയായി ഉപഭോക്താക്കൾ എണ്ണ കമ്പനികൾക്ക് നൽകുന്നത്. ഇത് വരുമാനത്തിനനുസരിച്ച് നിജപ്പെടുത്താനാണ് കമ്പനികൾ ഒരുങ്ങുന്നത്. പുതുക്കിയ നിബന്ധന പ്രകാരം കുടുംബത്തിന്റെ വരുമാനം 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കമ്പനികൾ സബ്സിഡി നൽകില്ല. ആദായ നികുതി രേഖകൾ പ്രകാരം വരുമാനം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് സബ്സിഡി നൽകില്ലെന്ന സന്ദേശം എണ്ണ കമ്പനികൾ അയച്ചു തുടങ്ങി. അമ്മ ഓഫീസിൽ തൊഴിൽ പീഡനമെന്ന് പരാതി. താരസംഘടനയായ അമ്മയിൽ തൊഴിൽ പീഡനമെന്ന് പരാതി. ഓഫീസ് മാനേജറായിരുന്ന യുവതിയാണ് പരാതി നൽകിയത്. അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ട്രഷറർ ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെയാണ് പരാതി. പരാതിയിൽ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. തൊഴിൽ പീഡനത്തോടൊപ്പം സാമ്പത്തിക തിരിമറി സംബന്ധിച്ച വ്യാജ ആരോപണം ഉന്നയിച്ചുവെന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട്. കിടക്ക നിർമ്മാണശാലയിൽ വൻ തീപിടുത്തം. സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. കൊരട്ടി മാമ്പ്രയിലാണ് സംഭവം. അമീർ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 7 മണിയോടെ സ്ഥാപനത്തിൽ ജോലിക്കെത്തുന്ന തൊഴിലാളികളാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. തീ വേഗം ആളിപ്പടരുകയായിരുന്നു. 2.5 മണിക്കൂറോളം തീപിടുത്തം നീണ്ടുനിന്നു. അങ്കമാലി, മാള, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് ഖാർഗെയെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപ പോസ്റ്റ്. ഫേസ്ബുക്കിൽ പ്രതി മുഹമ്മദ് റോഷൻ പ്രചരിപ്പിച്ച തങ്ങളുടെ ചിത്രം വ്യാജമാണെന്ന് പോലീസ് അറിയിച്ചു. മോർഫ് ചെയ്ത ചിത്രമാണ് പ്രചരിപ്പിച്ചത്.
സംഭവം പണം തട്ടാൻ പ്രതി മുഹമ്മദ് റോഷൻ നടത്തിയ തിരക്കഥയാണെന്നും പോലീസ് വ്യക്തമാക്കി. 17-കാരിയുടെ പരാതിയുണ്ടെന്ന പ്രതിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് കണ്ടെത്തി. വ്യാപക അന്വേഷണം നടത്തിയിട്ടും പരാതിക്കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പോലീസ് അറിയിച്ചു. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മഹല്ല് കേസുകൾ രമ്യമായി പരിഹരിക്കാൻ വഖഫ് ബോർഡ്. സംസ്ഥാനത്തെ വിവിധ മഹല്ലുകളിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വഖഫ് ബോർഡ് നടത്തുന്ന അദാലത്തുകൾ വിജയത്തിലേക്ക്. കോടതികളിലും ബോർഡിന് മുന്നിലുമായി കെട്ടിക്കിടക്കുന്ന കേസുകൾ ഇരുവിഭാഗങ്ങളെയും നേരിൽ കണ്ട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ കൊച്ചിയിലും കോഴിക്കോടുമായി നടന്ന 6 അദാലത്തുകളിലായി 30ഓളം കേസുകൾ പൂർണ്ണമായും തീർപ്പാക്കാൻ സാധിച്ചു.